ഒപ്പം ഡോക്ടർ രാജീവ് ബിലിവേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. അവരെയും യോഗത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ ഹൈസ്കൂളിലെ എല്ലാ അധ്യാപകരെയും ഞങ്ങൾ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം PTA പ്രസിഡന്റ് രാജുവാക്കി സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവരെയൊക്കെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളേവരെയും ഞങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥി സംഘ കൂട്ടായ്മയുടെ പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രാപ്തരായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ? ഇങ്ങനെ ഓരോ വഴിക്കങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വെറുതെ സഞ്ചരിച്ചാൽ പോരാ, ദിശാബോധത്തോടെ ഓരോരുത്തരും സഞ്ചരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതിന് നിങ്ങളെ പ്രാപ്തരാക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് അല്ലെ? ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ അനുജത്തിമാരായിരിക്കണം ഏറ്റവും മികച്ചവരെന്ന് ചിന്തിക്കുകയും അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന, ഇതിനു മുമ്പേ കടന്നുപോയ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സ്വന്തം അഴീപ്പറമ്പ് സ്കൂൾ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളോട് ചേർത്ത് നിർത്തുവാനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ചേർന്നിരിക്കുവാനുമാണ്. ആ ഒരു സ്വാതന്ത്ര്യം, സന്തോഷം നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മള് പറഞ്ഞു കരിയർ ഓറിയന്റേഷൻ അല്ലെ? എന്താണ് കരിയർ എന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുന്നത് അല്ലെ? ഭാവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. എന്താണ് ഭാവി അല്ലെ? നാളെ നമ്മൾ എങ്ങനെയാവണം, ഏതുവഴിയെ സഞ്ചരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇന്ന് കേൾക്കുന്നവരെ പലരും വിചാരിക്കുക എന്നൊക്കെ അറിയാം അല്ലെ എന്ന്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ധാരണ നമുക്കുണ്ട് എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഉദാഹരിക്കുവാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവൾ ആരോട് ചോദിക്കാതെ പോയി ആ കോളേജ് ഇഷ്ടമല്ലാതെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു. അവസാനം ഡിഗ്രി പഠനം നടത്താൻ പറ്റാതെ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ കലാലയങ്ങളും നമ്മുടെ രക്ഷിതാക്കളും ചെയ്ത നന്മ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും. വളരെ യാദൃശ്ചികമായിട്ടാണ് ആ കുട്ടി എന്റെ മുന്നിൽ വന്നത്. ഞാൻ ആ നാട്ടുകാരിയാണെന്നറിയാം, ഞാൻ കോളേജ് അധ്യാപികയാണെന്നറിയാം, ഒക്കെ അറിയാം. പക്ഷേ ഞാൻ ബസേലിയസ് കോളേജിലുണ്ട് എന്ന് അവർക്ക് അറിയില്ല, അവരുടെ രക്ഷകർത്താക്കൾക്ക് പറയില്ല അല്ലെ? ഒരുപാട് പരിശ്രമിച്ചാണ്, അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടാണ് അവളിപ്പോൾ അവരുടെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നത്. മാർക്കില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അർഹത ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഉപദേശങ്ങൾ വേണം, കൃത്യമായ ചില നിർദ്ദേശങ്ങൾ വേണം. അത് ആർക്ക് തരാൻ പറ്റും അല്ലെ? അത് തരാൻ പറ്റുന്ന കൃത്യമായി അതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ആരാണ്? ഇത്തരത്തിലുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ട അല്ലെ? നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഉത്തരവില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അഴീപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, എന്റെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ് അല്ലെ? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? ലളിതമായ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വിളിച്ച് പറയാൻ പറ്റണം ഏറ്റവും മികച്ച സ്കൂൾ എന്റെ സ്കൂളാണ് എന്ന്. എന്റെ സ്കൂളാണ് മികച്ച സ്കൂൾ എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ത് വേണം? എനിക്ക് എന്നെ കുറിച്ചും എന്റെ സ്ഥാപനത്തെ കുറിച്ചും ആത്മാഭിമാനം ഉണ്ടാകണം. ഏറ്റവും മികച്ച അച്ഛനമ്മമാരാരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ അച്ഛനും അമ്മയാണെന്ന് പറയും അല്ലെ? അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ എന്തുമാവട്ടെ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമാവട്ടെ, എന്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും മികച്ച ആള് അല്ലെ? ഏറ്റവും മികച്ചത് അവരാണ്. കാരണം ഞാനായിരിക്കുന്നു എന്നതിന് നിമിത്തം അവരാണ് അല്ലെ? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, എന്റെ അനുഭവത്തിന്റെ പാഠങ്ങളിൽ നിന്ന് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആരാണോ, നമ്മൾ എന്താണോ അതായിട്ട് നമ്മൾ നമ്മളെ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക. അതിന് പറ്റിയില്ല എങ്കിൽ നിമിഷ നിരാശയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ? അയ്യോ അവർക്ക് അതുണ്ട്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇങ്ങനെ സങ്കടപ്പെട്ട് പോയിട്ട് കാര്യമുണ്ടാവും അല്ലെ? സങ്കടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ടായിരുന്നു ഒരുപാട് സങ്കടങ്ങൾ അല്ലെ? അയ്യോ എന്റെ കൂട്ടുകാർക്കെല്ലാം നല്ല ഡ്രസ്സുണ്ട്, എന്റെ കൂട്ടുകാർക്കെല്ലാം നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സങ്കടങ്ങളെയൊക്കെ ഞാൻ എന്തു ചെയ്തു? ആ സങ്കടങ്ങളെയൊക്കെ നാളുകളിൽ എന്റെ സന്തോഷത്തിനുള്ള ഊർജ്ജമായിട്ട് ഞാൻ സംഭരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് നിൽക്കുന്നത്
വലിയ ജീവിത സാഹചര്യങ്ങളിലൊന്നും വളർന്നു വന്ന ഒരു കോളേജ് പ്രൊഫസറായ ആളല്ല ഞാൻ. വളരെ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ച് കയറി ഇന്ന് ഈ നിലയിൽ എത്തിയ ആളാണ്. അതുകൊണ്ട് ഒന്നും അസാധ്യമല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് ആരായണം. വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെ? അതിന് കൃത്യമായ ഒരു ദിശാബോധം നമുക്ക് ആവശ്യം ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, അടുപ്പം ഒക്കെ ഞങ്ങളോടൊക്കെ ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ. ഞാൻ ദീർഘമായിട്ട് ഒന്നും ഇപ്പോൾ സംസാരിക്കില്ല, കാരണം നിങ്ങളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്, ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇത്ര മാത്രം പറയുന്നു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് എങ്കിലും അക്കാദമികമായോ അനക്കാദമികമായോ എന്ത് ആവശ്യമുണ്ട് എങ്കിലും, എന്ത് ഗൈഡൻസ് ആവശ്യമുണ്ട് എങ്കിലും, എന്ത് ഉപദേശങ്ങൾ ആവശ്യമുണ്ട് എങ്കിലും, അത് ചിലപ്പോൾ തുടർ പഠനത്തെ സംബന്ധിച്ചാകാം, ജോലിയെ സംബന്ധിച്ചാകാം, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലെ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് സംബന്ധിച്ചാകാം. ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരെ ഓരോരുത്തരെയും സമീപിക്കാം, അല്ലെ? നമ്മുടെ അധ്യാപകർ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ അധ്യാപകരെ അത്തരത്തിൽ നിങ്ങൾ അറിയുക, തിരിച്ചറിയുക, അവരുമായിട്ട് സംവദിക്കുക, അതുവഴി ഞങ്ങളിലേക്കും എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത് അരീപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കണം എന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തുചേർന്ന് ആഗ്രഹിക്കുകയാണ് ഏറ്റവും മികച്ചതുകളൊക്കെയും നമ്മളിൽ നിന്നായിരിക്കണം, നമ്മളോട് ചേർന്നത് ആയിരിക്കണമെന്ന്. അങ്ങനെ നമുക്ക് ഇന്നു മുതൽ സ്വപ്നം കാണാമെന്ന് മാത്രം, അതിനുവേണ്ടി പ്രയത്നിക്കാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ രണ്ട് സഹോദരന്മാർ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞതുപോലെ എനിക്ക് ഇത്രയേ ഉള്ളൂ. എവിടെയും അടി കൂടാതെ നിങ്ങൾക്ക് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ രക്ഷകർത്താക്കളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അടയാളപ്പെടുത്താൻ സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആളുകൾ ഒന്നിച്ചു ചേരുകയും അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും പരസ്പരം സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അത്തരം കൂട്ടായ്മ സാധാരണ ഒത്തുചേരലിനപ്പുറം ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചു വളർന്ന സ്കൂള്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രചോദനമാകുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. എന്നുവെച്ചാൽ നമ്മളെ എവിടെ എത്തിച്ചേരണമെന്ന് നിശ്ചയിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരു ചിന്ത നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ ഇന്ന് പഠിക്കുന്ന കുട്ടികൾ അവരും ജീവിതത്തിൽ വിജയത്തിലെത്തണം എന്നുള്ള ഒരു ആശയം, അതൊരു പക്ഷേ ഈ കൂട്ടായ്മയിൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടായ ഒരു ചിന്തയാകും. ആ ചിന്ത യാഥാർത്ഥ്യമാവുകയാണ്. ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏത് വിഷയം, ഏത് ചിന്തകൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിനെ രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലേ? ഒന്ന് ഏത് രീതിയായിരിക്കും? ഒന്ന് പോസിറ്റീവ് ചിന്തയാണ്, അല്ലേ? അനുകൂലമായി ചിന്തിക്കാം, എതിരായിട്ട് ചിന്തിക്കാം. ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പുതിയ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംവദിക്കണം, അല്ലെ മാസത്തിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ അവർക്ക് പ്രചോദനമാകുന്ന എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിക്കുമ്പോൾ ചില കുട്ടികൾക്ക് വിചാരിക്കും അവർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, അല്ലേ? അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ പണ്ട് വിട്ടുപോയ ആൾക്കാരാണ്. ഞാനൊക്കെയാണ് 93-ൽ പഠിച്ചിറങ്ങിയ ആളാണ്. ഏതാണ്ട് 28 വർഷങ്ങൾക്ക് പിറകിലാണ് ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ജനിക്കുന്നത് 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പോയ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അവരൊക്കെ 10-28 വർഷം മുമ്പ് ഇവിടുന്ന് പോയതല്ലേ, എന്നിട്ടും അവർക്ക് നമ്മളെക്കുറിച്ച് ചിന്തയുണ്ടല്ലോ. അപ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അവരുടെ വീട്ടുകാരുമല്ല, അവരുടെ ജോലിക്കാരുമല്ല, അതിനപ്പുറത്ത് ഈ സമൂഹത്തോടെ ഒരു പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളോടൊപ്പം വരുന്നത്. അതൊരു പോസിറ്റീവ് ചിന്തയാണ്, അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. നെഗറ്റീവ് ചിന്ത ഉണ്ടാവും, അത് പറയാൻ എളുപ്പം, അല്ലേ? കൂടുതൽ ആൾക്കാർക്ക് നെഗറ്റീവ് ചിന്തയാവും. എന്താ നമുക്ക് നെഗറ്റീവ് ചിന്ത? ഇങ്ങനെ ഒരു പരിപാടി സംഘടിക്കുമ്പോൾ നെഗറ്റീവ് ചിന്ത എങ്ങനെയാണ് വരിക? ഉണ്ടോ? നെഗറ്റീവ് ചിന്ത ഇല്ല. നെഗറ്റീവ് ചിന്തയ്ക്കാണ് സാധ്യത കൂടുതൽ, അല്ലേ? എന്നാൽ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് എല്ലാ ദിവസവും ടീച്ചർമാർ പറയുന്ന മുഴുവൻ കേട്ട കളിച്ചവർക്ക് ഇങ്ങനെ പെരുത്തിരിക്കുക. അന്നേരമാണ് 10-25 കൊല്ലം കൊണ്ട് പടി ഇറങ്ങി പോയവരെല്ലാം കൂടെ ഞവന്മാരുടെ ക്ലാസ്, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരു പക്ഷേ കൂടുതൽ. പക്ഷേ
പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. സമയം വൈകിട്ടില്ല. നമുക്കിപ്പോഴും നെഗറ്റീവ് ചിന്തയുള്ള ആളുകളെ എണ്ണത്തിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുകയാണ് നമ്മുടെ ലക്ഷ്യം. അത്തരത്തിൽ ചിന്തകളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു നിർണായകമായ ഘട്ടമാണ്. 10ാം ക്ലാസ് വരെ നമുക്ക് ഒരു സെലക്ഷനും ഇല്ല. പഠിക്കുന്നത് മുഴുവൻ പഠിക്കണം, അല്ല പഠിപ്പിക്കുന്നത് മുഴുവൻ പഠിക്കണം. ഒരു വിഷയത്തിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്യാം, കെമിസ്ട്രി സെലക്ട് ചെയ്യാം, അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ സെലക്ട് ചെയ്യാം. പക്ഷേ 10ാം ക്ലാസ് വരെ എന്ത് ടീച്ചർ പഠിപ്പിക്കണം മുഴുവൻ പഠിക്കണം, അല്ലേ? ഒരു പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എവിടെയും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 28 വർഷമായി. ഈ 28 വർഷത്തിനിടയ്ക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും ഒരു തരത്തിൽ വീട്ടിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ഓഫീസിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതിന് ഉപയോഗം കാണും. നമ്മൾ ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ ടീച്ചർമാരുടെ ഉത്തരം കാണും, മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഉത്തരം കാണും, എവിടെയാണ് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കും. 10ാം ക്ലാസ് വരെ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 10ാം ക്ലാസ്സിൽ നമ്മളൊരു തീരുമാനം എടുക്കും, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള തീരുമാനം എടുക്കും. പലപ്പോഴും എനിക്ക് നമ്മുടെയൊക്കെ അയൽപക്കത്തുള്ള ചേട്ടനും ചേച്ചിയൊക്കെ അവരുടെ മക്കൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് അഭിപ്രായം ചോദിക്കും, മകന് അല്ലെങ്കിൽ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, നീ ഏത് കോഴ്സിനാണ് വേണ്ടത്? നമ്മൾ വലിയ മെഡിക്കലായിട്ടൊന്നുമല്ല, നമ്മൾ അറിയപ്പെട്ട സ്കൂളിൽ പഠിച്ച ആളാണ്, തൽക്കാലം ചെറിയ ജോലിയൊക്കെ കിട്ടിയ ആളാണ്, അത്യാവശ്യം കുഴപ്പമില്ല മുന്നോട്ട് പോകുമ്പോൾ ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണല്ലോ. നമ്മളോടാണ് ചോദിക്കുന്നത് അവരുടെ മകനെ മകളെ എവിടെ വിടണം എന്നുള്ളത്. ഇതിന് മുമ്പ് നമ്മളൊരു കഥ കേൾക്കണം. കഥ കേൾക്കാൻ മൂടിലാണോ, അതെയോ വശപ്പായോ? കുഴപ്പമുണ്ടോ? പറയാൻ കുഴപ്പമുണ്ടോ? ഇല്ല. നമ്മളൊരു യാത്ര പോകാൻ നോക്കുക, ഒരു വഴിയെ നടന്നു പോവുകയാണ്. അടുത്ത ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്കും വഴി ഒരു 4-5 ഡീവിയേഷൻ ഉണ്ട്. ഒരു ജംഗ്ഷനിൽ തന്നെ 3-4 വഴികൾ പോവുക. അപ്പോൾ നമുക്ക് ഏത് വഴിയാണ് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ എതിരെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാളോട് നമ്മൾ ചോദിക്കുക, ചേട്ടാ എനിക്ക് ഏത് വഴിയാണ് പോകേണ്ടത്? സ്വാഭാവികമായിട്ട് ആ ചേട്ടൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എന്തായിരിക്കും ചോദ്യം? കേൾക്കത്തില്ല, പറഞ്ഞു വല്ലുമല്ലോ. ചോദ്യം എന്തായിരിക്കും? എവിടെയാ പോകേണ്ടത് ചോദിക്കും, അല്ലേ? അത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, അല്ലേ? എവിടെയാ പോകേണ്ടത്? അപ്പം നമ്മളൊരു ഉത്തരം പറയാം, എനിക്കെങ്ങനെ എവിടെ പോകണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ മതി എന്നാൽ നമ്മൾ ഉത്തരം പറയുന്നത് വിചാരിക്കുക. ആ ചേട്ടൻ എന്ത് മറുപടി പറയും? ആ ചേട്ടന് ഇഷ്ടമുള്ള വഴി പറയും, അല്ലേ? ആ ചേട്ടൻ നല്ലൊരു പരിസ്ഥിതി സ്നേഹിയാന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അദ്ദേഹം എന്ത് പറയും? നമ്മുടെ 4 മണിക്കാറ്റ് പോലുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കും, അതുവഴി പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആ ചേട്ടൻ ഒരു നല്ല ഭക്ഷണപ്രിയനാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് നല്ല ഹോട്ടലോ അല്ലെ നല്ല ബജിക്കടയോ തട്ടുകടയൊക്കെ ഉള്ള വഴി പറഞ്ഞു കൊടുക്കും. അയാൾ നല്ലൊരു സഞ്ചാരപ്രിയനാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് നല്ല കാര്യങ്ങളുള്ള വഴി പറഞ്ഞു കൊടുക്കും. അയാളുടെ ഇഷ്ടമാണ് അവിടെ പറഞ്ഞത്, അല്ലേ? നമ്മൾ എന്നിട്ട് ആ വഴിയെ യാത്ര ചെയ്യുക. അപ്പൊ നമ്മളോട് വന്ന് ചോദിക്കുന്ന ആളുടെ അവസ്ഥ തന്നെയല്ലേ? നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയല്ലേ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാനൊരു സർക്കാർ ഓഫീസിൽ ഒരു ക്ലർക്കൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ചിലപ്പോൾ ആ നിലവാരത്തിലുള്ള മറുപടി ആയിരിക്കും പറയാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട പ്രായമാണ് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും. ഒരുപക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടാണ് പല വഴിയും പോയിട്ടുള്ളത്. പക്ഷെ ആ ചിന്ത നമ്മൾ എപ്പോൾ ഉറയ്ക്കുന്നു അപ്പം മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുക. ഇപ്പൊ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ നമ്മളവിടെ അത് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത്. പക്ഷേ നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ പണ്ട് തൊട്ട് കേട്ട് ശീലിച്ചിട്ടുള്ളതാണ് കണ്ടുപഠിക്കണം, അല്ലേ? നമ്മുടെ അച്ഛനമ്മയൊക്കെ പറയല്ലേ, എന്ത് കണ്ടുപിടിക്കാനാ പറയുന്നത്? അപ്പത്തെ ചന്ദ്രചേട്ടൻ മകനെ കണ്ടുപിടിക്കണം, അല്ല തോമസാറിന്റെ മകനെ കണ്ടുപിടിക്കണം, അങ്ങനെയല്ലേ? ഏതെങ്കിലും അച്ഛനും അമ്മയും സ്വന്തം മക്കളോട് നീ എന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, എന്റെ അച്ഛനും സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സത്യത്തിന് അവർക്ക് വലിയ കുറവൊന്നുമില്ല. പക്ഷെ അവർ പോലും നീ എന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ അവർ വിചാരിക്കുന്നത്? ഒരുപക്ഷെ അവരെക്കാൾ നന്നാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വേറെ ഉദാഹരണം കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ അവരെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. സത്യത്തിൽ കണ്ടു പഠിക്കുകയല്ല വേണ്ടത്, അവനുള്ളതിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്താണ് ആവേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായും ഈ 10ാം ക്ലാസ് 11ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന സമയം ഇത്തരം നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോസിറ്റീവ് ചിന്ത, അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം വളരെ കുറവായതുകൊണ്ടാണ്. അരുണിമ സിൻഹ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞില്ലാന്ന് ഇല്ല, നന്നായി എന്നാലോ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും പോരുന്നതല്ലോ. അപ്പൊ അരുണിമ സിൻഹ എന്ന് പറയുന്നത് ഒരു ദേശീയ വോളിബോൾ പ്ലെയറാണ്, ഒരു വനിതയാണ്. ആരായിരുന്നു? ദേശീയ വോളിബോൾ കളി അറിയാമല്ലോ.
ഈ അരുണിമ സിൻഹ ഒരിക്കൽ 2011 ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഒരു വലിയ കൊള്ളസംഘം ട്രെയിനിൽ കയറി. അരുണിമ സിൻഹയുടെ കഴുത്തിൽ കിടന്ന മാല അവർ വലിച്ചു പറിക്കാൻ ശ്രമിച്ച സമയത്ത് അരുണിമ സിൻഹ നല്ലൊരു സ്പോർട്സ് വുമൺ ആണല്ലോ, അവരവരുടെ കൈ കൊണ്ട് ഇവരെ തട്ടി താഴെ. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കൊള്ളസംഘത്തിന്റെ ഒരാൾക്ക് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായത്. അയാൾ വിളിച്ചു പോയി, മറ്റുള്ള ആളുകളെല്ലാം വന്നു ഈ അരുണിമ സിൻഹയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരുന്നു. അരുണിമ സിൻഹ ട്രാക്കിൽ വീണു. വേറൊരു ട്രെയിൻ അരുണിമ സിൻഹയുടെ കാലിൽ കൂടെ കയറി. കുറെ സമയങ്ങൾക്ക് ശേഷമാണ് ആരൊക്കെയോ കണ്ട് ഈ അരുണിമ സിൻഹയെ ഡൽഹി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് അവരുടെ ബാഗൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത് അരുണിമ സിൻഹ ദേശീയ വോളിബോൾ പ്ലെയർ ആണെന്ന കാര്യം മനസ്സിലാകുന്നത്. ഇവരെ എയിംസിലേക്ക് മാറ്റി 3 മാസത്തെ ചികിത്സ കുറെ കഴിയുമ്പോഴാണ് ഇവർക്ക് ബോധം തന്നെ വീഴുന്നത്. ബോധം വീണ സമയത്താണ് അവർക്ക് മനസ്സിലാകുന്നത് അത് അവരുടെ വലതുകാൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഇനി ജീവിക്കണമെന്നേ ആഗ്രഹമില്ല. എന്താ, വോളിബോൾ പ്ലെയർക്ക് വലതുകാൽ ഇല്ലെങ്കിൽ എന്ത് ജീവിതം മുന്നോട്ടുള്ളത്? അങ്ങനെ അവർ വളരെ ദുഃഖിതയായി അവരുടെ ജീവിതം മുഴുവൻ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കടന്ന് പത്രം വായിക്കുമ്പോഴാണ് ആ പത്രത്തിൽ യുവരാജ് സിംഗിന്റെ ഫോട്ടോയാണ്. യുവരാജ് സിംഗ് ബാറ്റിംഗ് കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ. യുവരാജ് സിംഗിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് താരം ക്യാൻസർ ബാധിച്ച് നമുക്കറിയാം. ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ജീവിതം ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞ് കീമോതെറാപ്പിക്കൊക്കെ ശേഷം നാട്ടിലെത്തി സെഞ്ചുറി അടിച്ചതിന്റെ പടമാണ് പത്രത്തിൽ കണ്ടത്. ഈ അരുണിമ സിൻഹ വിചാരിച്ചു ജീവിതം തീർന്നു എന്ന് വിചാരിച്ച ഒരാൾക്ക് തിരിച്ച് നാട്ടിൽ വന്ന് സെഞ്ചുറി അടിക്കാമെങ്കിൽ അദ്ദേഹത്തെ 17 കോടി രൂപയ്ക്കാണ് IPL ടീം സ്വന്തമാക്കിയത് ക്യാൻസർ വന്നതിന് ശേഷം. എന്തുകൊണ്ട് എനിക്ക് അത്തരത്തിൽ ചിന്തിച്ചുകൂടാനുള്ള അരുണിമ സിൻഹയുടെ ചിന്ത വെപ്പുകാൽ വെച്ചുകൊണ്ട് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിതയായി അരുണിമ സിൻഹ മാറി. അതിനുശേഷം 7ഓളം കൊടിമുടികൾ കയറുകയുണ്ടായി. രാജ്യം അവരെ അർജുനരത്ന നൽകി ആദരിച്ചു. അപ്പൊ തീർച്ചയായും ഇവിടെ യുവരാജ് സിംഗിന്റെ ഒരു ചിത്രമാണ് അവർക്ക് പ്രചോദനമായി മാറിയത്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സത്യത്തിൽ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് സ്കൂളിന് അഭിവൃദ്ധി ഉണ്ടാവുക. നമുക്കറിയാം, നമ്മളൊരു PSC കോച്ചിങ് സാധാരണ PSC ലിസ്റ്റിൽ പെടാൻ നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചാലും PSC ലിസ്റ്റിൽ പെടാം. പക്ഷെ അങ്ങനെ ജോലിയിൽ കയറുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അവർ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഒരു PSC കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വരുന്നവരെല്ലാം ഒരേ തരത്തിൽ ചിന്തിക്കുന്നു, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത്തരത്തിലൊരു ചിന്ത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒക്കെ ലക്ഷ്യം. തീർച്ചയായും കേട്ടിരുന്നതിന് നന്ദി. കൂടിപ്പോയതിന് ക്ഷമിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളത്ര പ്രൊഫഷണൽ അല്ല. പക്ഷെ നമ്മുടെ കൂടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ധാരാളം പ്രൊഫസറെ പോലുള്ള വേറെയും പ്രൊഫസർമാരുണ്ട്, ലണ്ടനിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. എല്ലാം ഈ അരീപ്പറമ്പ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണ്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് 1000 കുട്ടികൾ പങ്കെടുത്ത സമയത്ത് ഒരുമിച്ച് പഠിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുണ്ടാവും. അത്തരത്തിൽ നിങ്ങളെ എല്ലാ വിധത്തിലും സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. Dr. Rajiv C, Surgeon, Universe Trust. നമസ്കാരം. എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ ഇവിടെ 2004 SLC പാസ് ഔട്ടാണ്. 1994 മുതൽ 2004 വരെ പഠിച്ച ആളാണ്. ഞാനിവിടെ വന്ന് നിൽക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും ഇടയാക്കിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ശ്രീകണ്ഠൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ പാത പിന്തുടർന്ന് വരുന്ന കൊച്ചു കുട്ടികളായ നിങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ സഹകരണ ഏത് രീതിയിലുള്ള മോട്ടിവേഷനോ തരാൻ സാധിക്കുമെങ്കിൽ, അത് ഒരാൾക്കെങ്കിലും, നിങ്ങളിരിക്കുന്ന 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു അഭിമാനമായി കണക്കാക്കുന്ന ഒരു ബേസിസിന്റെ പുറത്താണ്. ഈ ഒരു കൂട്ടായ്മ കൂടാൻ തന്നെ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ കൂടാൻ തന്നെ കാരണം അത് 2000 സീനിയറായിട്ട് പഠിച്ചു പോയ 2002 SLC പാസ് ഔട്ടായ ബ്ലസ്സിഞ്ചേട്ടൻ്റെ കാര്യമാണ്. ബ്ലസ്സിഞ്ചേട്ടനാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും റോംസൺ പറഞ്ഞതോടെ തന്നെ വളരെ കുറച്ച് കുട്ടികളിൽ തുടങ്ങി
കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളിൽ തുടങ്ങി ഇപ്പോൾ അത് ഏകദേശം 3000-ലധികം വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു വിപുലമായ ഒരു കാര്യമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു വലിയ പ്രഭാഷണമായിട്ടോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളെപ്പോലെ തന്നെ 2004-2005 കാലഘട്ടത്തിൽ ഞാൻ SLC പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തായിത്തീരണമെന്ന് എനിക്കുള്ള കാഴ്ചപ്പാട് വന്നത്, ആക്ച്വലി ഞാൻ പറയാം, എനിക്കൊരു ആക്സിഡന്റ് വന്നതിന് ശേഷമാണ്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞാൻ മാനവകാട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ 10 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെ വെച്ചിട്ട് ഡോക്ടർമാർ എന്നെ നോക്കുന്നു, കാലിന് മുറിവുണ്ടായിരുന്നു, കാലിൽ ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പം ആ ഡോക്ടർമാരെന്നെ നോക്കി, അവിടുത്തെ സിസ്റ്റർമാരെന്നെ നോക്കി, അവർ തന്ന ട്രീറ്റ്മെന്റും അവർ തന്ന ആ കെയറും എനിക്ക് വളരെ എനിക്ക് ഇങ്ങനെ തന്നെ ആവണം എന്ന് ചിന്തയായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് അന്നത്തെ SM ആയിരുന്ന ജോസഫ് സാറാണ് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഡോക്ടറാണ് ഞാൻ എന്ത് ചെയ്യണം. അപ്പം സാർ പറഞ്ഞു, അത് എൻട്രൻസിന് പോയാൽ ഡോക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ സാർ. അപ്പം ഞാൻ എൻട്രൻസ്, അപ്പം നമ്മുടെ നാട്ടിലെ എൻട്രൻസിന് പോകാൻ അങ്ങനെ ഒരു ഓറിയന്റേഷൻ തരാൻ പറ്റിയ ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച ആ സമയത്ത് 10ാം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിപ്പിച്ച ശാന്ത ടീച്ചറാണ്. ശാന്ത ടീച്ചറിൻ്റെ മോൻ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പഠിക്കാൻ പോയി. അപ്പോൾ ശാന്ത ടീച്ചർ പറഞ്ഞു, രാജീവ് അതങ്ങനെയാണ്, എൻട്രൻസിന് പോകണം, മെഡിക്കൽ എൻട്രൻസിന് പോയാൽ മാത്രമേ ഉള്ളൂ ഡോക്ടറാകാൻ പറ്റും. അപ്പം എൻട്രൻസിന് പോയിട്ട് ഡോക്ടറാകാൻ പറ്റും. അപ്പം ഞാൻ SLC കഴിഞ്ഞു, SLC പാസ്സായിട്ട് ഞാൻ അതുപോലെ തന്നെ ശാന്ത ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ശാന്ത ടീച്ചറോട് സംസാരിച്ചു. അപ്പോൾ ശാന്ത ടീച്ചറുടെ മോൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബ്രില്യൻ്റിലാണ് പുള്ളി പഠിച്ചത്, ബ്രില്യൻ്റിൽ പഠിക്കണം, ബ്രില്യൻ്റിൽ പോയി ഒരു ഡോക്ടർ ഒരു സാറുണ്ട്, സാറിനെ മീറ്റ് ചെയ്യുക. എന്നിട്ട് 10ാം ക്ലാസ്സിൽ മാർക്ക് ഉള്ളത് കൊണ്ട് നോർമലി +2 ശേഷമാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് തൊട്ട് ലോങ് ടൈം ബാച്ചിൽ പോകാം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, +2 പഠിച്ചത് MGM നാക്കാട്ടൂരാണ്. നാക്കാട്ടൂർ പഠിക്കുന്ന കൂടെ തന്നെ എൻട്രൻസിന് ബ്രില്യൻ്റിൽ ലോങ് ടൈം പോകാറുണ്ട്. ഇപ്പം നേരെ മറിച്ച് ഒരു 10-15 അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം 2021 നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 വിദ്യാർത്ഥിയായ നിങ്ങൾക്ക് ഉള്ള കാഴ്ചപ്പാടിന്റെ ഏകദേശം ഒരു 10-100% താഴെയായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഡോക്ടർ ആകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറണമെങ്കിലോ എങ്ങനെ പോകണമെന്ന ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ആ പുറത്തു നിന്നുള്ള കാഴ്ചപ്പാടിനേക്കാളും വ്യക്തമായി കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആ ഫീൽഡിൽ പോയവർക്കോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുമ്പിൽ ആ ഒരു ജോലിയിൽ ആ ഒരു പ്രൊഫഷനെ പറ്റി തിരക്കിയവർക്കോ ആണ്. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ചേച്ചി മഞ്ജുശ്ശേരി പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഒരു വേറൊരാളായി കാണാനോ അല്ലെങ്കിൽ ഞങ്ങൾ ദൂരെ നിന്ന് മാറി നിന്ന് കാണാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഒരാളായിട്ട് നിന്ന് നിങ്ങളെക്കാളും കുറച്ച് പ്രായക്കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ഇങ്ങനെ പോകണമെന്നുണ്ട്, അപ്പൊ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു, എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ ചേട്ടാ ഇത് എങ്ങനെ പോകാൻ പറ്റും, എനിക്കിപ്പം സയന്റിസ്റ്റ് ആകാൻ പോകണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഡോക്ടർ ആകാൻ പോകണം, ചേട്ടാ എനിക്ക് ഇത്രയേ അറിയത്തുള്ളൂ, ഇതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് എങ്ങനെയാണ്, എൻട്രൻസ് കോച്ചിങ് ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് +2 പഠിക്കുമ്പോൾ നിങ്ങളെല്ലാം ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന ആൾക്കാരായിരിക്കും. എൻട്രൻസിന് പഠിക്കുന്ന ടോപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജനറലായിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്കും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോഴോ ഫിസിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടല്ലോ, പ്രോബ്ലംസ് ഒന്നും നമ്മൾ ഒരു കാര്യമായിട്ട് നോക്കത്തില്ല. അതൊക്കെ 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും. ബാക്കിയുള്ള വലിയ എസ്ഐസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് ഒക്കെ, അതൊക്കെയാണ് നമ്മുടെ തിയറി എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുക. അതാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. പക്ഷേ എൻട്രൻസിന് പഠിക്കുമ്പോൾ എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഈ തിയറി ആ ഇക്വേഷൻ വെച്ചിട്ട് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തുള്ള ആ പ്രോബ്ലം സോൾവിങ്ങിനാണ് എൻട്രൻസിന് മാർക്ക്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനോടും കുറച്ചും കൂടെ ഓറിയന്റഡ് ആണെങ്കിൽ നിങ്ങളുടെ പഠിത്തം ഇപ്പൊ തന്നെ ആ എൻട്രൻസിൽ പോകാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡോട് കൂടി തന്നെ ആ ടോപ്പിക്കിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായ ഐഡിയ വരും. അപ്പൊ ഞങ്ങള് ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ, അത് വിദ്യാഭ്യാസപരമാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികപരമാകട്ടെ അല്ലെങ്കിൽ ഏത് റിലേറ്റഡ് ആണെങ്കിൽ, ഞങ്ങളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ
അത് നിങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാനും നിങ്ങളോട് കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ദൂരീകരിക്കാനും ഞങ്ങൾ ഇന്നും എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. നിങ്ങൾക്ക് എവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോൾ ഇൻ ഫ്യൂച്ചർ ഏത് പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാലും ഐപറമ്പ് സ്കൂളിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ അന്തസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ആ നിലയിലെത്തണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക മാത്രമല്ല, നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കണം. നമ്മുടെ സ്കൂളിന് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് വിദ്യാർത്ഥിയായ നിലയ്ക്കും പൂർവ്വ വിദ്യാർത്ഥിയായ നിലയ്ക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തുറന്ന മനസ്സോടെ വേറെ ഒരു ചിന്തകളും ഇല്ലാതെ 100% ആത്മാർത്ഥതയോടെ വന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഒരു ദിവസമെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ പറയാൻ പറ്റും, നമ്മുടെ സ്കൂളിന്റെ ഭാഗമായി ഞാൻ ഇത് ചെയ്തു. 100 പേര് കുറ്റം പറയാനും 1000 പേര് കല്ലെറിയാനും കാണും. എങ്കിലും ഒരാളെങ്കിലും നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ സ്കൂളിനോട് ആത്മാർത്ഥതയുള്ളവരാണ്. മനസ്സിലായി? അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കിപ്പം ഈ വിദ്യാർത്ഥി ഞങ്ങളിപ്പോ ചേട്ടൻ പറഞ്ഞ് 28 വർഷം മുന്നേ പഠിച്ചു പോയതാണ്. 28 വർഷം മുന്നേ പഠിച്ചു പോയെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. ആ ഒരു ബോധത്തിൽ നിങ്ങൾ ഈ കേൾക്കുന്നത് ചേട്ടൻ ഇങ്ങനെ പലതും പറഞ്ഞിട്ട് പോകും, ചേട്ടൻ എന്ത് വേണേലും പറയാലോ, അങ്ങനെയല്ല. ഞാനും ഇങ്ങനെ ആ സമയത്ത് കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് നയിക്കാനോ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ ഏകദേശം 1000 കുട്ടികളുണ്ടായിരുന്നു, 1 തൊട്ട് 10 വരെ. ആ ഒരു സ്ഥാനത്ത് നിന്ന് വളരെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായ വേദനയുണ്ട്. അതൊരു ഭാഗം. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ഡോക്ടറാണ്. ഇനി ചേച്ചിക്കും ശ്രീതേട്ടനും ഞങ്ങളുടെ ഗ്രൂപ്പിലോ ഇവരോടുള്ള ആരോടെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മുന്നോട്ട് പോകാനുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിപ്പം മാത്രമല്ല, ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി ചോദിക്കാം. ഈ ഇരിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആരും ഏത് സമയത്ത് നിങ്ങൾ അപ്രോച്ചബിൾ ആണ്. നിങ്ങൾ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഈ ഒരു സംസാരിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യും. ഞാൻ ഇതോട് ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും കേട്ടത് കൊണ്ട് നിങ്ങൾ എന്നെ ശ്രമിച്ചത് നന്ദി. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്ത് പൂർവ്വ വിദ്യാർത്ഥികൾ അന്യോന്യം പറയുന്നത് കേട്ടു, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഉപ്പുമാവിനെന്ത് രുചിയായിരുന്നു, ആ ഉപ്പുമാവ് വിളമ്പാനെന്ത് രസമായിരുന്നു. ഇതൊക്കെ ഒന്ന് ഓർക്കുവാൻ നമുക്ക് ഓർത്തെടുക്കുന്നത് വളരെ മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഈ ഓർമ്മകൾ അയവിറക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്ന നിങ്ങളോട് ഇതുവരെയും സംസാരിച്ചിരിക്കുന്ന പ്രഭാഷകരെല്ലാം ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കരങ്ങളിലാണ് ഭദ്രമായി ഇരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ന രീതിയിൽ സഞ്ചരിച്ചു, ഇന്ന വഴിത്താരയിൽക്കൂടെ എത്തിയാണ് ഇന്ന് ഈ സ്കൂളിന്റെ അഭിമാന പാചകങ്ങളായി മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞാനും അഥവാ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയായി തീരണം, സ്കൂളിന് അഭിമാനമുള്ള ഉണ്ടാക്കുന്നവരാകണം. അഥവാ നേരെ തിരിച്ച് അനഭിമാനരായി തീരാനിടയാകരുത്. നമ്മുടെ സ്കൂൾ ലൈഫ്, നമ്മുടെ സ്കൂളിലെ ജീവിതം, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാകുമ്പോൾ അതിൻ്റെതായ എല്ലാം ഇതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു തരും. കാരണം അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. പക്ഷേ അതിലൊക്കെ ഒരു ലിമിറ്റ്, ഒരു പരിധിയുണ്ട്. എല്ലാത്തിനും നമുക്കൊരു പരിധിയുണ്ട്. കാരണം നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ ജീവിത മാർഗമാണ്, നമ്മുടെ ലക്ഷ്യം ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല കുട്ടികളായിട്ട്, നല്ല പ്രവൃത്തി പരിചയമുള്ളവരായിട്ട്, നല്ല മറ്റുള്ളവരെ കൊണ്ട് നല്ല ഭാഷണമൊക്കെ ലഭിച്ചവരായി, അഥവാ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കുന്നവരായി നാം മാറണം. എങ്കിൽ മാത്രമേ ഈ സ്കൂളിന്റെ അഭിമാനം നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സ്കൂള് ഓടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 100 വർഷമായി. ഈ വാഹനത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഈ വാഹനത്തൊക്കെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ വാഹനത്തിന്
വളരെ കേടുപാടുകളുണ്ട് കേട്ടോ, തേയ്മാനങ്ങളുണ്ട്. നമ്മൾ വാഹനം വാങ്ങിയാൽ എന്ന് റോഡ് എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം അതിന്റെ ആദ്യമായി അതിന് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന ടയർ മാറണം. ടയർ മാറെങ്കിൽ പിന്നീട് അത് മുന്നോട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്കൂള് പലവിധമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കുറെ പ്രവർത്തന ശക്തികൾ ഇതിന് പിന്നിലുണ്ട്. അവരുടെ കരങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് ചലിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് അവരോട് ചേർന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ സ്കൂള് വളരെ മനോഹരമായി തീരും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും പഠിച്ചിറങ്ങുമ്പോൾ ഈ സ്കൂളിൽ വന്ന് ഞങ്ങൾ പഠിച്ചിറങ്ങി ഇന്ന നിലയിലായിരിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ ഇടവരുത്തണം. അത് ഇടയാകണം. മാത്രമല്ല ഈ സ്കൂളിന് വേണ്ടിയും നിങ്ങൾ പിന്നീട് പ്രയോജനപ്പെടുന്നവരായി തീരണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ നല്ല ഹൃദയങ്ങൾക്കും എന്റെ പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുകയാണ്, ഞാൻ പറയുകയാണ്. കാരണം അവർ ഇതുപോലെ ഒന്ന് ചിന്തിക്കുവാനും ഞങ്ങളുടെ സ്കൂള് അനേകം സ്കൂളിൽ നിന്ന് ഇറങ്ങി പോയിട്ട് സ്കൂളിലേക്ക് പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, സമയം നോക്കാൻ കിട്ടാറുമില്ല. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചത് സ്കൂളിന് വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആ വിദ്യാർത്ഥി സമൂഹത്തോട് എല്ലാവിധമായ കടപ്പാടും എല്ലാ നന്ദിയും. ഈ പ്രവർത്തനം മുൻപോട്ടും നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കൊന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ രജനി ടീച്ചറിനും ഇനി ഡോക്ടർ മഞ്ജുഷ വി പണിക്കർ ഇവിടെ തന്നെ പഠിച്ചതാണ്. ബത്തേരിയസ് കോളേജിലെ അധ്യാപികയാണ്. അവരുടെയൊക്കെ അവരുടെ സമയങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കളക്ടറേറ്റിലെ നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, സീനിയർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടുത്തെയും നല്ല സമയങ്ങൾക്ക് വേണ്ടി പറയുന്നു. അതോടൊപ്പം ഇവിടുത്തെ തന്നെ ഡോക്ടർ രാജീവ് അദ്ദേഹത്തിനും ഒരുപാട് അറിയുന്ന എല്ലാവരും നിങ്ങൾക്ക് ആ പ്രദേശത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഓരോ ഇതിലുപരി അവർ PTA പ്രസിഡന്റ് ക്ഷമയോടെ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി. മീറ്റിംഗ് അവസാനിച്ചു.